Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ മധുരം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട. വെറും 4 ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം സാധാരണ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന പോലെ ജലാറ്റിനോ ഒന്നും നമുക്ക് ഈ ഒരു പുഡിങ്ങിന് ആവശ്യമില്ല കേട്ടോ. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പം എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം പാല്, കോഫി പൗഡർ, പഞ്ചസാര, പിന്നെ കോൺഫ്ലവർ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അതിന് കുറച്ച് ഒഴിച്ചിട്ട് ഈ കോൺഫ്ലവർ കട്ടയൊന്നും ഇല്ലാണ്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാലിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം കോൺഫ്ലവർ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ്ട് ഡയറക്റ്റ് തിളപ്പിക്കുന്ന പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയാവും കേട്ടോ. അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെക്കുന്നത്. കോൺഫ്ലവറും പാലും നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെച്ചാൽ പിന്നെ നമുക്ക് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഈ ഒരു ഗ്ലാസിൻ്റെ പുഡിങ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഈ ഒരു പുഡിങ് ട്രേ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രമോ അങ്ങനെ ഏതിൽ വേണമെങ്കിലും ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ പുഡിങ് എടുക്കുന്ന സമയത്ത് സെറ്റായിട്ട് എടുക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് ചെറിയൊരു പീസ് ബട്ടർ എടുത്തിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതും നമുക്ക് മാറ്റി വെക്കാം. കോൺഫ്ലവർ മിക്സിങ്ങും പിന്നെ പുഡിംഗ് ട്രേയിൽ ഓയിൽ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ അത് രണ്ടും സെറ്റാക്കി വെച്ചാൽ പിന്നെ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെച്ച 1/2 ലിറ്റർ പാലുണ്ടല്ലോ, അതിന് കുറച്ചെടുത്തിട്ട് കോൺഫ്ലവർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള പാല് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം പാല് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് മുകളിൽ പാട കെട്ടാണ്ടിരിക്കാൻ സഹായിക്കും. അപ്പോൾ ഇതാ പാല് തിളക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പാകത്തിനുള്ളൊരു മധുരം ഉണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ അളവിൽ കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുന്ന അതല്ല, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കയ്യിലില്ലെങ്കിൽ പിന്നെ നമ്മുടെ ആ ഒരു സാധാരണ കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ ഇതൊന്ന് പാലൊന്ന് അരിച്ചെടുക്കേണ്ടി വരും. അപ്പം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പുഡിങ്ങിൽ ഇങ്ങനെ കോഫി പൗഡറിൻ്റെ തരി ഉണ്ടാകുമ്പം അത് അത്രക്കൊരു കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ മധുരം നമുക്ക് ഇപ്പം കൂട്ടോ കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 6 ടേബിൾ സ്പൂണിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറവ് മതി എന്നുണ്ടെങ്കിൽ 6 ടേബിൾ സ്പൂണിൽ കുറവും ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്ടം പോലെ മധുരത്തിനനുസരിച്ചിട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഈ കോഫി പൗഡറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഈ പാലിലൊന്ന് മെൽറ്റായി വരണം. പാലും പഞ്ചസാരയും കോഫി പൗഡറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ പിന്നെ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കോൺഫ്ലവർ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പം ഇളക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം. പാലും പഞ്ചസാരയും കോഫി പൗഡറും മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ആയാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കോൺഫ്ലവർ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് തുടങ്ങും. അപ്പം നമ്മൾ ഇളക്കിക്കൊണ്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കോൺഫ്ലവർ ചേർത്താൽ പിന്നെ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതാ തിക്കായി തുടങ്ങിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമുക്കിത് ഒന്നും കൂടെ ഒന്ന് തിക്കായി കിട്ടണം. അപ്പം കറക്റ്റ് കൺസിസ്റ്റൻസി ഞാൻ ആവുമ്പം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാൻ. കാരണം ലോ ഫ്ലെയിമിലാക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരികയും ചെയ്യും, പിന്നെ അടിക്ക് പിടിക്കുകയും ചെയ്യും. അപ്പം പിന്നെ നമ്മുടെ ആ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ കോൺഫ്ലവർ കരിഞ്ഞാൽ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. അപ്പോൾ ഇതാ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു തിക്കാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പം ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ ആ നല്ല ചൂടൊന്നും പോകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് ഇങ്ങനെ പാട കെട്ടിയ പോലെ ആവും. അപ്പോൾ നമ്മൾ 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമുക്കിത് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ട്രേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു മിക്സ് പുഡിംഗ് ട്രേയിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിലിപ്പം നട്ട്സാണ്, കാഷ്യൂ നട്ടാണുള്ളത്. അപ്പം ഞാൻ അത് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നട്ട്സ് ഏതും കയ്യിലില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം ഇത് നമ്മളിങ്ങനെ പുഡിംഗ് കഴിക്കുന്ന സമയത്ത് നട്ട്സും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നട്ട്സ് നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇപ്പം ഒരു 2-3 മണിക്കൂർ എന്തായാലും വെക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കിത് കറക്റ്റ് ഒന്ന് സെറ്റായി കിട്ടുക. അപ്പോൾ അതാ ഞാൻ പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ വെച്ചാൽ മതി. പിന്നെ അത്രയ്ക്കും അത്യാവശ്യമാണ് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഫ്രീസറിലൊരു 15 മിനിറ്റോ അരമണിക്കൂറൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തണുപ്പിച്ചിട്ട് എടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇത് 3 മണിക്കൂറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പം കുട്ടികൾ എടുക്കാനായോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പം പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊന്നും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പം അത് കാണിക്കാം കേട്ടോ. അത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് 3 മണിക്കൂറായിട്ട് 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പം നമ്മൾ ഈ ഒരു പുഡിങ് 2-3 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റായി കിട്ടും കേട്ടോ. അപ്പം ഇതിപ്പം പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് തണുത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിന് തന്നെ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവറും കോഫി പൗഡറും പാലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ, എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ വേറൊന്നും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞില്ലേ, അത് ഇതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതൊരു 3 മണിക്കൂറിൽ കൂടുതൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിപ്പം നന്നായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഈസി പുഡിംഗ് വീഡിയോ എല്ലാവരും കണ്ടു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു ഈസി പുഡിംഗ് റെസിപ്പി ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം കേട്ടോ. താങ്ക്